എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇവിടെ മക്കളെ, ഐമൻ ആൻഡ് ജോണിൻ്റെ ഒരു സുന്ദരമായ കഥ നമുക്ക് ഇന്നത്തെ ക്ലാസ് സെറ്റാക്കിയല്ലോ. നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന ഐമൻ ആൻഡ് ജോണിൻ്റെ ഒരു മനോഹരമായ കഥ നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോവുകയാണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമ്മൾ ഈ ഒരു കഥ പഠിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം, ജീവജാലങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എല്ലാം തന്നെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു മനോഹരമായ സുന്ദരമായ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമാണ് കഥ, അല്ലേ? നമുക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ഒരു കഥ പറയാത്തൊരു കഥ പറയാം, ഇതൊരു പാട്ടില്ലേ? അതേപോലെ നമുക്ക് കഥ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഒരു പുല്ലാങ്കുഴലിൻ കഥ പറയാം. അതേപോലെ സാർ ഒരു കഥ പറഞ്ഞു തരാണ്. നമ്മുടെ നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന ഐമൻ ആൻഡ് ജോണിൻ്റെ മനോഹരമായ കഥ. അപ്പോൾ തുടങ്ങിയാലോ? സെറ്റ്. ഈ ക്ലാസ്സിലൂടെ ഈ കഥയും ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ഇരിക്കാൻ ചില്ല തേടി ഒരു പക്ഷി. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ഒരു പക്ഷി പോവുകയാണെന്ന് പറഞ്ഞാൽ പ്രകൃതി ഇല്ലാതാക്കുന്ന നിമിഷം. ഈ പാഠഭാഗത്തിൽ പ്രകൃതി നശിപ്പിക്കപ്പെടുകയാണ്. ഒരു മീൻകൊത്തി, ഒരു പൊന്മാൻ കഥാപാത്രമായി വരുന്നു. മത്സ്യങ്ങൾ സുഭിക്ഷമായി ആറ്റിൽ നിന്നും കൊത്തി തിന്ന പൊന്മാനെ കഴിക്കാൻ മത്സ്യത്തെ കിട്ടാണ്ട് വരുന്നു. എപ്പോൾ പണം കൊടുത്ത് മത്സ്യത്തെ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ പൊന്മാൻ എത്തുന്ന ആ സ്ഥിതിവിശേഷണം ഒരു ഫലിത രൂപത്തിൽ, തമാശ രൂപത്തിൽ, എന്നാൽ ചിന്താവിഷയമായി നമ്മളെല്ലാം ചിന്തിച്ചെടുക്കേണ്ട വലിയൊരു ഗൗരവപരമായ വിഷയമായി പ്രകൃതി നശിപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വലിയ ചിന്ത പങ്കുവയ്ക്കുകയാണ് ഐമൻ ആൻഡ് ജോൺ നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത്. നോക്കിയാൽ നമുക്ക് പഠിച്ചാലോ? ഓക്കെ. ആറ്റിറമ്പ് എന്നു പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഖ്യാതിയുണ്ട്, അല്ലേ? ആറ്റിറമ്പ് എന്നാണ് പേര്. ആറ്റിറമ്പിലെ ചോട്ടിലെ തത്തമ്മേ കിളി തത്തമ്മേ എന്ന് പാട്ട് പോലെ ആറ്റിറമ്പ് എന്നു പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഖ്യാതിയുണ്ട്. അപ്പോൾ പൊന്മാനുകളുടെ നാടാണ് ഈ എഴുത്തുകാരൻ്റെ നാട് എന്ന് പറയുന്നത്. ഈ കാണുന്ന നീലപക്ഷിയില്ലേ, അതാണ് പൊന്മാൻ, അല്ലേ? കിങ്ഫിഷർ എന്നൊക്കെ പറയും. ഈ പൊന്മാൻ്റെ നാടാണ് ഈ നാടെന്ന് പറയുന്നത്. കണക്ക് അധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി 6 മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുണ്ട്. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ പൊന്മാനുകളുണ്ട്. ഈ എഴുത്തുകാരൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്, കണക്ക് അധ്യാപികയാണ്. അപ്പോൾ കണക്ക് അധ്യാപികയായ തൻ്റെ ഭാര്യയുടെ കണക്കനുസരിച്ച് ആ നാട്ടിൽ 6 മരത്തിന് എന്താണ് ഒരു പൊന്മാൻ എന്ന രീതിയിൽ ഒരുപാട് പൊന്മാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രകൃതിയുമായി എത്ര ബന്ധമ നാട്ടിലുണ്ട് പൊന്മാന്. ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നോക്കി ഇരിക്കുന്ന ഒരു നാടാണ് ഇത്, അല്ലേ? ആറ്റിച്ച പുഴയിലേക്ക് തന്നെ അവ നോക്കി നിൽക്കും. കാരണം എന്താ? പൊന്മാൻ എന്തിനാ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഷവർമ്മ കടയിലേക്ക് ഷവർമ്മ നോക്കി നിൽക്കുന്നത്? ഷവർമ്മ വാങ്ങാനല്ലേ? നിങ്ങൾ എന്തിനാണ് അൽഫാമാക്കുമ്പോൾ പെരി നോക്കി നിൽക്കുന്നത്? പെരിയും അല്ലെങ്കിൽ അൽഫാം വാങ്ങാൻ വേണ്ടിയല്ലേ? നിങ്ങൾ എന്തിനാണ് ഐസ്ക്രീം പാർലറിലേക്ക് നോക്കി നിൽക്കുന്നത്? ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയല്ലേ? നിങ്ങൾ എന്തിനാണ് തുണിക്കടയിലേക്ക് നോക്കി നിൽക്കുന്നത്? തുണികൾ വാങ്ങാനല്ലേ? അതേപോലെ പൊന്മാൻ ഏതിലേക്കാണ് നോക്കുന്നത്? ആറ്റിലേക്ക്, പുഴയിലേക്ക് നോക്കി നിൽക്കാണ്. എന്താണ്? ആ മീൻ തിന്നാൻ വേണ്ടി. പൊന്മാൻ പുഴയിലേക്ക് ഇങ്ങനെ പോയിട്ട് മീൻ പിടിച്ച് പറന്നു പോകും. അതാണ് പൊന്മാൻ്റെ വേഗത. പൊന്മാൻ ഒരു മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മീനെ നോക്കി നിൽക്കും. കിട്ടുന്ന മീനിനെ ചെന്ന് പിടിക്കും, എടുത്തെന്നു. അതാണ് പൊന്മാൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം, പകലും അന്തിയും രാത്രിയും സന്ധ്യ എല്ലാം എന്തു ചെയ്യും? ആറ്റിലേക്ക് തന്നെ അവ നോക്കി ഇരിക്കുന്ന ഒരു നാടാണ് ഇത്. വർഷകാലങ്ങളിൽ പുഴ കലങ്ങി മറിഞ്ഞ് കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാനുകളുടെ ആഹ്ലാദം കാണണം, അല്ലേ? പുഴ കലങ്ങി മറിഞ്ഞ് കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാന് ഭയങ്കര ആഹ്ലാദം വരും. അയ്യമ്മ വെള്ളം ഇതാ കൂടിയല്ലോ, എത്ര മീന് വരും, അല്ലേ? പൊന്മാൻ ഇഷ്ടമാണ് ഈ മീൻ ഇങ്ങനെ കൂടി വരുമ്പോൾ. കാരണം എന്താ? ആ മീനുകളെ കൊത്തി തിന്നാലോ. അപ്പോൾ പൊന്മാൻ ആറ്റിൽ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ പൊന്മാൻ അത് നോക്കി നിൽക്കും. കാരണം എന്താ? ആ മീനെ പിടിച്ച് തിന്നാൻ വേണ്ടി, അല്ലേ? പുഴവെള്ളത്തിൻ്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടിമറിയുന്ന മീനുകളുടെ വെള്ളിത്തിളക്കങ്ങൾ ഏറി വരുമ്പോൾ അവറ്റകൾ ചരവേഗത്തിൽ, ചരെന്ന് പറഞ്ഞാൽ അമ്പിൻ്റെ വേഗത്തിൽ ആറിന് അക്കരെ ഇക്കരെ, 6 പുഴയ്ക്ക് അക്കരെ ഇക്കരെ പറന്നു നടന്ന് ഉറക്കെ ചിരച്ച് കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടും, അല്ലേ? പെട്ടെന്ന് പുഴവെള്ളം കയറി വരുമ്പോൾ
ആ പുഴവെള്ളത്തിൽ ഇങ്ങനെ മീനിങ്ങനെ തിളച്ച് നിൽക്കും. പുഴവെള്ളത്തിന് മുകളിൽ മീനിങ്ങനെ നിൽക്കും. എപ്പം പൊന്മാൻ ഇൻട്രസ്റ്റിംഗ് ആവും. പൊന്മാൻ ഇങ്ങനെ ശരവേഗത്തിൽ ഇങ്ങനെ പറന്ന് നടക്കും. അതിലൂടെ ആറിലൂടെ പുഴയുടെ മുകളിലൂടെ പറന്ന് നടന്ന് മറ്റു കൂട്ടുകാരെ വിളിച്ചിങ്ങനെ വിളിക്കും, കണ്ണപ്പ, ദാസപ്പ, കുമാര, ലക്ഷ്മണ എല്ലാം ഓടി വാടാ, ഇതാ ഇവിടെ കുറേ മീനുണ്ടാ എന്ന് പറഞ്ഞ് ഈ പൊന്മാൻ തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വിളിച്ചു കൂട്ടും. കാരണം എന്താ, ഈ പൊന്മാന് സുഹൃത്തുക്കൾക്കും ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കാമല്ലോ. അപ്പം അത്രയും പുഴയുമായൊരു ബന്ധം പൊന്മാനുണ്ട്. പൊന്മാൻ തിന്നുന്ന ഒരുപാട് മീനുകൾ ആ പുഴയിലുണ്ട്, ആറിലുണ്ട് എന്നാ പറയണേ. എന്നിട്ട് ഓരോരുത്തരായി വേടൻ്റെ വില്ലിൽ നിന്നും ഏതുവിട്ട അമ്മിൻ്റെ വേഗത്തിൽ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു കുതിച്ചു ചെന്ന് ഓരോരോ മീനുകളെ കൊത്തിയെടുത്ത് അതിലേറെ വേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് അല്ലേ. മീനുകൾ വേഗത്തിൽ പോയി ആ പുഴയിൽ നിന്ന് പൊന്മാൻ വേഗത്തിൽ പോയി ആ പുഴയിൽ നിന്ന് മീനുകളെ കൊത്തിയെടുത്ത് ശരവേഗം അമ്പ് പോകുന്ന വേഗത്തിൽ ആ പൊന്മാൻ എന്ത് ചെയ്യും, ആ വേടൻ്റെ കയ്യിൽ നിന്നും വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും അമ്പ് ഇങ്ങനെ പോകുന്ന വേഗത്തിൽ ആ പുഴയിൽ നിന്ന് മീനുകൾ എടുത്ത ആ മീൻകൊത്തി പറന്നു പോകുമെന്ന് പറയുന്നു. എന്തൊരു കൃത്യത, എന്തൊരു ചാതുര്യമാണ്, എന്ത് കൃത്യമായിട്ടാണ്, എന്ത് ആക്യുറസിയാണ്, എന്ത് ചാതുര്യമാണ്, എന്ത് ഭംഗിയാണ് ആ പൊന്മാൻ്റെ ആ കാഴ്ചക്കെന്ന് പറയുന്നു. ഇപ്പോൾ പക്ഷേ വേനൽക്കാലമാണ്, വെള്ളമില്ല, മീനില്ല. ഇപ്പോൾ വേനൽക്കാലം, മഴക്കാലത്ത് പൊന്മാനെ ആസ്വദിച്ച് മീനിനെ കൊത്തി തിന്നാമായിരുന്നു. പക്ഷേ ഇപ്പോൾ മീനുകൾ കുറഞ്ഞു, വേനൽക്കാലമാണ്, മീനുകളെല്ലാം വെള്ളത്തിനടിയിലേക്ക് പോയി. പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരഴുക്ക് ചാല് പോലെ കിടക്കുന്നു. ഒരു അഴുക്ക് ചാല് പോലെയാണ് അല്ലേ, അത് വൃത്തികെട്ട ഒരു ചാല് പോലെ പുഴ കിടക്കുകയാണ്. ഇപ്പോൾ ഒഴുക്കില്ല, അതുകൊണ്ട് മീനും കിട്ടുന്നില്ല. പൊന്മാന് വിഷമായി, ദാരിദ്ര്യമായി, പട്ടിണിയായി, പൊന്മാന് വിശക്കുന്നുണ്ട്. മരക്കൊമ്പുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന പൊന്മാനുകൾ എല്ലാം ദുഃഖിതരാണ്. പൊന്മാനെല്ലാം ദുഃഖിതരാ അല്ലേ, ഈ മീനുകളൊന്നുമില്ല, പൊന്മാൻ ദുഃഖിതരായി കിടക്കുകയാണ്. മൂകരും സങ്കടത്തോടെ കിടക്കണം. പൊന്മാനെ പണ്ട് മഴവെള്ളത്തിൽ ഒരുപാട് മീൻ പിടിച്ച പൊന്മാൻ ഇപ്പം മീനുകളില്ല, അതുകൊണ്ട് അവർ ദുഃഖിതരായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മീനിളക്കങ്ങൾ നോക്കിയിരുന്ന് കണ്ണു കഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടി ഇരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ വാക്കിന് കിട്ടുന്നത്. ഇപ്പം വല്ലപ്പോഴുമാണ് പൊന്മാന് മീൻ കിട്ടുന്നത് അല്ലേ. എപ്പോഴും പൊന്മാന് മീൻ കിട്ടോ? ഇല്ല, എപ്പോഴെങ്കിലും മീൻ കിട്ടിയാലായി. ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ പൊന്മാന് മീൻ കിട്ടാറുള്ളൂ എന്നാണ് പറയുന്നത് മീൻപിടുത്തക്കാരുടെ. അങ്ങനെ ഇരിക്കെയാണ് നഗരപ്രാന്തങ്ങളിൽ കഴിഞ്ഞിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്ന പരദേശികളായ, അതായത് മറ്റുള്ള സ്ഥലത്തുനിന്ന് വന്ന പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ചു കയറിയത്. എഴുത്തുകാരൻ പറയാണ്, നഗരത്തിൽ നിന്നും മീൻ പിടിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവരുടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ അവർ ആ പുഴയിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി കൂട്ടമായി വരികയാണ്. മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയിലുള്ള വള്ളങ്ങളിൽ, വള്ളം വെച്ച തോണി, അപ്പോൾ ഈ തോണി ഇങ്ങനെയുള്ള തോണി ഉണ്ടാവില്ല മക്കളെ, വളഞ്ഞിട്ടുള്ള തോണി ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്താണ്, ഈ തോണികളിൽ ആര് വരികയാണ്, നമ്മുടെ ആ വള്ളപ്പണിക്കാർ ഈ തോണിയിൽ ഇങ്ങനെ വന്നിട്ട് എന്താണ്, വലയെറിയുകയാണ്. വല ഇങ്ങനെ എറിഞ്ഞു. ഏതിൽ, നമ്മുടെ പുഴയിൽ. ഈ പുഴയിൽ എന്താണ്, ഇവർ തോണി എറിഞ്ഞ് ഈ തോണിയിൽ വന്ന് വലയെറിഞ്ഞ് എന്ത് പിടിക്കാണ് മക്കളെ, നമ്മുടെ മീനെ പിടിക്കാണ്. മീൻ ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ മീനൊക്കെ ആര് പിടിക്കാണ്, ഈ തോണിയിൽ വന്ന ആൾക്കാർ പിടിക്കുകയാണ്. അപ്പം എന്താ പറയണേ, അങ്ങനെ ഇരിക്കുകയാണ് നഗരത്തിൽ നിന്നും കഴിഞ്ഞിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്ന പരദേശികളായ മറ്റു സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലേക്കും ആക്രമിച്ചു കയറി. എന്നിട്ട് എന്ത് ചെയ്തു, മീൻ പിടിക്കാൻ തുടങ്ങി. മലർത്തിയിട്ട ഓലക്കുടിയുടെ ആകൃതിയിലുള്ള വള്ളങ്ങളിൽ പുലർച്ചയ്ക്ക് തന്നെ, രാവിലെ തന്നെ അവർ പുഴയിൽ നിരന്നു കഴിഞ്ഞിരുന്നു. ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെ പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഒരു വലിയ സംഘമായിരുന്നു അവിടെ മീൻ പിടിക്കാൻ എത്തിയത്. അവരുടേത് അല്ലേ, വലിയ സംഘമായിരുന്നു അവരുടേത്. എന്ത് മന്ത്രമോ മറിമായമോ എന്നറിയില്ല, അവർ പുഴയിലേക്കെറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ അല്ലേ. അവർ പുഴയിലേക്കെറിഞ്ഞ വലകളിൽ നിറയെ മീനുകൾ. അവിടെ മരം കൊത്തി അല്ല, എന്താണ്, നമ്മുടെ മീൻ കൊത്തിക്ക് പോലും, പൊന്മാന് പോലും എന്ത് കിട്ടുന്നില്ല, മീൻ കിട്ടുന്നില്ല. അപ്പോഴാണ് നിസ്സാരമായി വലയെറിഞ്ഞുകൊണ്ട് ഒരുപാട് മീനുകളാ പരദേശികൾ പിടിക്കുന്നത്. നാണയങ്ങൾ വാരിക്കൂട്ടും പോലെ അവർ വലകളിൽ നിന്ന് വള്ളങ്ങളിലേക്ക് മീനുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. മീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്ത ഇടത്തേക്ക് വലയെറിഞ്ഞു. വീണ്ടും അടുത്ത ഇനങ്ങളിലേക്ക് അവർ വലയെറിഞ്ഞു. പിന്നെയും നാണയത്തിളക്കം. പിന്നെയും അവർക്ക് എന്ത് കിട്ടി മക്കളെ, മീൻ കിട്ടുകയാണ്. അപ്പം അവരെറിയുന്ന സ്ഥലത്തൊക്കെ
ഒക്കെ ഇവർക്ക് എന്ത് കിട്ടാണ്? മീൻ കിട്ടാണ്. പച്ച കുത്തി നിറയെ കുപ്പിവളകളും ഇട്ട കൈകൾ വാരി വാരി എറിയുന്ന മീനുകൾ അല്ലേ? ആ സ്ത്രീകളും എന്ത് ചെയ്യുന്നു? മീനുകളെ പിടിച്ചെറിയുന്നുണ്ട്. അപ്പം മീനുകൾ ഒരുപാട് വാരി വാരി കൂട്ടുകയാണ് ഇവർ. ഒരുപാട് മീനുകൾ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വലയിൽ ഒരുപാട് മീനുകൾ കിട്ടുന്നു. എന്ത് അത്ഭുതമാണിത് അല്ലേ? ഒരു ചൂണ്ട പോലും കോർക്കാതെ, ഒരു ഇര പോലും ഇടാതെ അവർക്ക് ഒരുപാട് മീനുകൾ ആ വലയിൽ കിട്ടുകയാണ്. അങ്ങനെ പുഴയിലെ ജലപരപ്പ് മുഴുവൻ വലവീശിക്കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്കൊന്നും നോക്കാതെ അവർ വന്ന വഴി പട്ടണത്തിൻ്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞു പോയി. അങ്ങനെ വന്ന ആൾക്കാർ ആ കൂടിയിരുന്ന ആൾക്കാരുടെ മുഖത്തൊന്നും നോക്കാതെ അവരിങ്ങനെ അവിടുന്ന് മീൻ പിടിച്ച പരദേശികൾ വേറൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോയി എന്നാണ് പറയണേ. അവർ പോയ പുറകെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാറുണ്ണിച്ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വല വീശാൻ വന്നു അല്ലേ? ആ പരദേശികൾ പോയപ്പം അവരുടെ നാട്ടിലെ വാറുണ്ണിച്ചേട്ടനും ഗോപിയും പ്രകാശനും എന്ത് ചെയ്തു? അവരും അവിടുത്തെ മീൻപിടുത്തക്കാർ അവരും വല വീശാൻ വന്നു. പരദേശികൾ വന്ന് അത് ഇങ്ങനെയാണ് മീൻ പിടിച്ചത്. ചിത്രം കണ്ടോ മക്കളെ? ഈ തോണിയിൽ അവരിങ്ങനെ വന്ന് മീൻ പിടിക്കുന്ന ചിത്രം കണ്ടോ? ഇത് മരം കൊത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ നാട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. പിടിച്ചു കൊണ്ടുപോയ കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി. കൊള്ളാം, അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ? ആ മീൻപിടുത്തക്കാരനെ വാറുണ്ണിച്ചേട്ടനൊക്കെ പറയാണ്, ഈ പരദേശികളായ ആൾക്കാർ വന്ന് മീൻ പിടിച്ചത് ഇര എറിഞ്ഞിട്ടോ വല എറിഞ്ഞിട്ടോ ഒന്നുമല്ല. അവർ പുഴയിൽ വിഷം കലക്കി മീനുകൾ ചത്തുപൊന്തി അങ്ങനെയാണ് ആ മീനുകളെ പിടിച്ചവരെ കൊണ്ടുപോയത് അല്ലേ? പുഴയിൽ നഞ്ച് എന്ന് പറയുന്ന ഒരു വിഷം കലക്കിയിട്ടാണ് അവർ മീൻ പിടിച്ചതെന്ന് പറയുന്നു. എന്നു പറഞ്ഞ് ഞങ്ങളാകെ ഒന്നാകെ മത്സിച്ചിട്ട് കോപിഷ്ഠരായി ആറ്റിലേക്ക് വല വലിച്ചെറിഞ്ഞു. ഒരൊറ്റ മീൻ പോലും കിട്ടാതെ വലകൾ വെറും വയറോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഈ പരദേശികൾ വന്നിട്ട് എങ്ങനെ മീൻ പിടിച്ച മക്കളെ? അവർ വന്നിട്ട് മീൻ പിടിച്ചത് എങ്ങനെയാണ്? അവരെ ആ പുഴയിൽ നഞ്ചെറിഞ്ഞു അല്ലേ? വിഷമെറിഞ്ഞിട്ടാണ് ആ മീനുകളെ പിടിച്ചു കൊണ്ടുപോയത്. ഓ നല്ല മര്യാദക്കാർ! ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ച് കലക്കി തന്നല്ലോ മീൻപിടുത്തം എന്ന് ആരോ പിറുപിറുത്തതല്ലാതെ ആരും അവരോട് സഹതപിക്കാനൊന്നും വന്നില്ല അല്ല. അവിടെ കൂടി ആൾക്കാരും ഇവരെ കുറ്റം പറഞ്ഞു. നിങ്ങളൊന്നും മുന്നേണ്ട, നിങ്ങളും ആരുമില്ലേക്ക് നഞ്ച് കലക്കിയിട്ട് മീൻ പിടിക്കൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ മീനെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോയി. ഇതെല്ലാം ആരും നോക്കി കാണുന്നുണ്ടായിരുന്നു ഇവിടുത്തെ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച? ദുഃഖത്തോടുകൂടി സങ്കടത്തോടി സന്ധ്യയായതും ആറ്റുതീരത്തെമ്പാടും പൊന്മാനുകൾ പതിവില്ലാതെ ഉച്ചത്തിൽ ചിലക്കാൻ തുടങ്ങിയിരുന്നു. ഒരുതരം കലമ്പൽ കൂടുമ്പോഴുള്ള കരച്ചിൽ അല്ലേ? ഈ കാഴ്ചയൊക്കെ, ആ മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ ആ പൊന്മാൻ കണ്ടുകൊണ്ടിരുന്നു. ഭൂമി കുലുക്കമുണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭചിന്തയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക. ഇപ്പോൾ എഴുത്തുകാരൻ അശുഭചിന്ത, എന്തിനാണ് ഈ കിളികളൊക്കെ കരയുന്ന ചിന്ത എഴുത്തുകാരന് വന്നു. എന്താ കിളികളെല്ലാം കൂടെ കരയുന്നല്ലോ? എഴുത്തുകാരൻ ചിന്തിക്കുകയാണ്. പിന്നെയും വല്ല ഭൂകമ്പോ മറ്റോ ഉണ്ടാകാൻ പോകുവാണോ എന്ന് ഞാൻ ലീലയോടായി ചോദിച്ചു. എഴുത്തുകാരൻ ചിന്തിക്കുകയാണ്, ഈ കിളികൾ കരഞ്ഞാൽ എന്തോ ഭൂകമ്പവും എന്തോ പ്രകൃതിക്ഷോഭം വരുന്നു എന്ന ഒരു നെഗറ്റീവ് ചിന്ത എഴുത്തുകാരന് വന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയെ ലീലയോട് ചോദിച്ചു, എന്തിനാണ് ഈ കിളികൾ കരയുന്നത്? എന്തോ ഭൂകമ്പം വരാനുണ്ടോ എന്ന് ചോദിച്ചു. കണക്കു ടീച്ചർ അപ്പോഴും കൃത്യമായി തന്നെ കണക്ക് കൂട്ടി കഴിഞ്ഞിരുന്നു. ഓ, ആ ആന്ധ്രാക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചുകൊണ്ട് പോയില്ലേ, അതുങ്ങൾ വിശന്നിട്ട് കരയുക. അവൾ പറഞ്ഞു, എന്തിനാണ് ഈ കിളികളെല്ലാം ഈ മീൻകൊത്തികളെല്ലാം കരയുന്നതെന്ന്, അല്ലെങ്കിൽ ഈ പൊന്മാനെല്ലാം കരയുന്നതെന്ന് എഴുത്തുകാരൻ തൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ മറുപടി പറഞ്ഞു, ഓ അത് നേരത്തെ മീൻ പിടിക്കാൻ വന്ന ആന്ധ്രക്കാരില്ലേ, അവർ മീനെല്ലാം പിടിച്ചുകൊണ്ട് പോയില്ലേ, അപ്പോൾ അതുങ്ങൾ വിശന്നിട്ട് കരയുകയാ മനുഷ്യ എന്ന് ഭാര്യ ഭർത്താവിനോട് മറുപടി പറഞ്ഞു. നേരു തന്നെ എന്നെനിക്കും തോന്നി. പൊന്മാനുകളുടെ കരച്ചിലിൽ വിശപ്പിൻ്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു. അപ്പം മീൻ കിട്ടാത്ത വിശന്നിട്ടാണ് ആ പൊന്മാൻ കരയുന്നതെന്ന് എഴുത്തുകാരന് മനസ്സിലായി. രാത്രി നീളെ അവറ്റകൾ കരയുക തന്നെ ആയിരുന്നു എന്നും തോന്നുന്നു. പുലർച്ചെ ഉണരുമ്പോൾ കുറേ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ അല്ലേ? രാത്രി നിറയെ വിശന്ന പൊന്മാനുകൾ കരഞ്ഞു. രാവിലെ ആകുമ്പോൾ അവർ ക്ഷീണിച്ച് കരയാനും തുടങ്ങി. വഴിയിൽ പാൽക്കാരൻ്റെ സൈക്കിൾ ബെൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടിൽ വിട്ട് എഴുന്നേറ്റു. അപ്പോൾ രാവിലെ ഇദ്ദേഹം പാൽ വാങ്ങാൻ വേണ്ടി പോയി പാൽക്കാരൻ്റെ അടുത്ത്. പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ചില്ലറ നോട്ടുകൾ ഒന്നുമില്ല, 100ഉം 500ഉം മാത്രം. ലീലയെ ഉണർത്തി അവളുടെ കയ്യിൽ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ 100 അങ്ങോട്ട് കൊടുക്ക്, ബാക്കി തരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നേ ഉള്ളൂ അല്ലേ? രാവിലെ അദ്ദേഹം പാല് വാങ്ങാൻ വേണ്ടി പോയി. ആ പാല് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ചില്ലറ പൈസ ഇല്ല, 100ഉം 500ഉം മാത്രം. അപ്പോൾ ചില്ലറയുണ്ടോ എന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു 100 കൊടുത്തോളൂ, ബാക്കി അയാൾ തരുമെന്ന് പറഞ്ഞു അല്ലേ? അതും ശരിയായിരുന്നു. പാൽക്കാരൻ രാജപ്പൻ ഒരനിഷ്ടവും കാട്ടാതെ ബാക്കി 10 രൂപ നോട്ടുകൾ എണ്ണി തന്നു.
പാല് വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിൻ്റെ കൊമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ആ വലിയ പൊന്മാൻ. അദ്ദേഹം പാല് വാങ്ങി തിരികെ വരുമ്പോൾ ആ വലിയ പൊന്മാൻ കരയുന്നുണ്ടായിരുന്നു വിശന്നിട്ട്. തല ഉയർത്തി നോക്കിയപ്പോൾ അതിൻ്റെ മഞ്ഞച്ച കണ്ണുകൾ എൻ്റെ ചെയ്തികൾ നോക്കിക്കൊണ്ടിരുന്നത് പോലെ തോന്നി. അപ്പോൾ ഇയാൾ പൊന്മാനെ നോക്കിയപ്പോൾ പൊന്മാനും ഇദ്ദേഹത്തെ തന്നെ നോക്കി, പാല് വാങ്ങുന്ന ഇദ്ദേഹത്തെ തന്നെ നോക്കിയിരിപ്പാണ് മരത്തിൻ്റെ ചില്ലയിൽ കിടന്നുകൊണ്ട്. എന്തോ പറയും പോലെ അത് ചിറകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു. വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം അല്ലേ? അത് ചിറകൊന്ന് കുടഞ്ഞു. എന്നിട്ട് അതിനെ ഈ എഴുത്തുകാരനെ ഒന്ന് നോക്കി, കഥാകാരനെ. അപ്പോൾ കഥാകാരൻ്റെ മനസ്സിൽ വിശന്നിട്ടാണ് ഈ പൊന്മാൻ തന്നെ നോക്കി നിൽക്കുന്നതെന്ന്, അതിന് കണ്ണിലെ വിശപ്പുണ്ടായിരുന്നുവെന്ന് എഴുത്തുകാരൻ മനസ്സിലായി. പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ ഏറെ വൈകാതെ മീൻകാരൻ ബഷീറും വരും അല്ലേ? പാൽക്കാരൻ പോയാൽ ആര് വരും മക്കളെ? മീൻകാരൻ ബഷീറും വരും. അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴിയിലെ ഒരു ചിട്ട. പാൽക്കാരൻ പോയി കഴിഞ്ഞാൽ പിന്നെ മീൻകാരൻ വരും. അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മീൻമുറിയിലെ ടീപ്പോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി പറയാൻ പോകുന്ന അത്ഭുത സംഭവം നടന്നതും. ഇനി അത്ഭുത സംഭവമാണ്. ഇദ്ദേഹം മീൻ വാങ്ങാൻ പോകുമ്പോൾ ഒരു സംഭവം നടന്നത് എന്താണെന്ന് നമുക്കറിയാം, നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജപ്പൻ പോയി. ആ പാൽക്കാരൻ രാജപ്പൻ പോയി. ഏറെ വൈകാതെ ആര് വന്നു? മീൻ വിൽക്കുന്ന ബഷീറിൻ്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി. ആറ്റുമീൻ, ആറ്റുമീൻ അല്ലേ? ആറ്റുമീൻ, ആറ്റിലെ മീൻ, ആറ്റിലെ മീൻ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്നുറക്കെ വിളിച്ചു കൂകിക്കൊണ്ടിരുന്നു. വരവ് കേട്ടപാടെ അതിനകം ഉണർന്നെണീറ്റു കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്ന് പറഞ്ഞു, ഓ ഇന്നലെ ആന്ധ്രക്കാർ പിടിച്ചോണ്ട പോയ മീൻ തന്നെയായിരിക്കും അല്ലേ? ഈ ആറ്റുമീൻ, ആറ്റുമീൻ എന്ന് ആ മീൻ വെക്കുന്ന ബഷീർ പറഞ്ഞപ്പോൾ ഭാര്യ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഓ ഇന്നലെ ആന്ധ്രക്കാർ നഞ്ച് കലക്കി വിഷം കലക്കി പിടിച്ച മീനായിരിക്കൂല നിങ്ങൾ വെക്കുന്നതെന്ന് ചോദിച്ചു. ഇതുകൊണ്ടോ നല്ല സുന്ദരമായ ഗ്രാമപ്രദേശം. മീൻ വെക്കുന്ന ബഷീർക്ക ഒരു പക്ഷി പൈസയും കടിച്ചു കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ പാലും വാങ്ങി നമ്മുടെ കഥാകാരൻ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷി എന്തിനാണ് ഈ പൈസ കടിച്ചു കൊണ്ടുപോയത് നമുക്കറിയാം, നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, എന്തുമാവട്ടെ, പേര് ആറ്റിറം എന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ആറ്റുമീൻ വല്ലപ്പോഴും വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് മനസ്സിലായി. ഇവിടെ പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പതിവ്. എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീനോട് വലിയ പ്രിയമാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ആറ്റുമീൻ പണ്ടേ ആൾക്കാർ പുറത്തു പോയിട്ട് വിൽക്കും. ഈ എഴുത്താൻ മീൻ കിട്ടാറില്ല. അപ്പോൾ ഈ ഇദ്ദേഹം വിചാരിച്ചു ആറ്റുമീൻ വാങ്ങിക്കളയാമെന്ന്. അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യമെന്ന് തീരുമാനിച്ച് ഞാൻ ടീപ്പോയിൽ ഇട്ടിരുന്ന നോട്ടുകൾ എടുത്ത് വഴിയിലേക്ക് നടന്നു. അങ്ങനെ ഇദ്ദേഹം ടീപ്പോയിൽ വെച്ച നോട്ടുകൾ എടുത്തുകൊണ്ട് വഴിയിലേക്ക് നടന്നു. അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൻ കൊമ്പിൽ നിന്ന് പൊന്മാൻ്റെ ചിറകടി. ഇദ്ദേഹം മീൻ വാങ്ങാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നപ്പോൾ പൊന്മാൻ വീണ്ടും ചിറകടിച്ച് ഇദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ്. വിശപ്പാണ് പൊന്മാന്. ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു. നല്ല സഹായ വിലയ്ക്ക് തന്നെ ആറ്റുമീൻ കിട്ടിയത്. ചെറിയ വിലക്ക് തന്നെ ആറ്റുമീൻ കിട്ടി. മീൻ ഇട്ടു തന്ന കാരി ബാഗ് ഇടതു കൈയിലും, അല്ലെ മീൻ തന്ന ആ ബാഗ് ഇടതു കൈയിലും ബാക്കി വന്ന 10 രൂപ നോട്ടുകൾ വലതു കൈയിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്തു കൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കടപ്ലാവിൻ കൊമ്പ് കുലുക്കിയിട്ട് പറന്നു പാഞ്ഞു വന്ന പൊന്മാൻ എൻ്റെ വലതു കൈയിൽ നിന്ന് ഒരു 10 രൂപ നോട്ട് കൊത്തിയെടുത്തിട്ട് ബഷീറിൻ്റെ സൈക്കിളിന് പിന്നാലെ പറക്കാൻ തുടങ്ങി. അല്ലേ? ആ പൈസ കൊടുത്ത് വാങ്ങിയ ആറ്റുമീൻ ഇടത് കയ്യിലും ബാക്കി കിട്ടിയ 10 രൂപ വലത് കയ്യിലും പിടിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു കഥാകാരൻ നടന്നു പോകുമ്പോൾ ആ മരത്തിൽ നിന്ന് പാറി വന്ന പൊന്മാൻ ഈ എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ കടിച്ചിട്ട് മീൻ വിൽക്കുന്ന ചേട്ടൻ്റെ പുറകെ പോയി. എന്തിനായിരിക്കും? പൈസ കൊടുത്ത് മീൻ വാങ്ങാൻ വേണ്ടിയിരിക്കും അല്ലേ? നല്ലൊരു അവസാനമല്ല കഥയുടെ. ഇപ്പം എന്താ മക്കളെ പറയുന്നത്? ആ മത്സ്യത്തിന് ഒന്ന് മീൻ കൊത്തിക്ക് മീൻ പോലും കിട്ടുന്നില്ല. പൈസ കൊടുത്ത് മീൻ കൊത്തി പോലും മീൻ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ്റെ ഭാവങ്ങളെ, മനുഷ്യൻ്റെ അവസ്ഥയെയാണ് ഇവിടെ പറയുന്നത്. മീൻ കൊത്തിക്ക് പോലും മീൻ കിട്ടാത്ത ഈ കാലഘട്ടത്തിൻ്റെ പ്രകൃതി നമ്മൾ ചൂഷണം ചെയ്യുന്ന വലിയ വിഷമകരമായ സംഭവത്തെയാണ് ഐമനൻ ജോൺ നാളത്തെ പൊന്മാൻ എന്ന പാഠഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത്. മനസ്സിലായ മക്കളെ? ഇപ്പം മീൻ കൊത്തിക്ക് പോലും മീൻ കിട്ടാത്ത ഈ അവസ്ഥയാണ് ഇവിടെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഈ പാഠം മനസ്സിലായി. പാഠത്തിൽ നമുക്ക് പ്രധാന ചോദ്യങ്ങൾ പഠിക്കാം കേട്ടോ. വേനൽക്കാലത്ത് പൊന്മാനുകളുടെ അവസ്ഥ എന്താണ്? വേനൽക്കാലത്ത് പൊന്മാനുകൾ മരക്കൊമ്പിലിരുന്ന് പുഴയിലേക്ക് മീനുകളെ നോക്കും. വേനൽക്കാലത്ത് പൊന്മാൻ മരക്കൊമ്പിലിരുന്ന് പുഴയിലേക്ക് മീനുകളെ നോക്കും. നോക്കി കണ്ണ് കഴച്ച് പൊന്മാനുകളെയാണ് കാണാവുക. അപ്പം വേനൽക്കാലത്ത് മീൻ കിട്ടാതെ പൊന്മാൻ വേനലിലേക്ക് നോക്കി, ആറ്റിലേക്ക് നോക്കി കണ്ണ് കഴക്കുന്ന കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. നാട്ടുകാരായ മീൻപിടുത്തക്കാർ ക്ഷുഭിതരായി സംസാരിക്കാനുള്ള കാരണം എന്താണ്? നാട്ടുകാർ ക്ഷുഭിതരായി കോപിക്കാൻ ദേഷ്യപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന ചോദ്യം നോക്കാം. അന്യ നാട്ടുകാർ വന്ന്
പുഴയിൽ വിഷം കലക്കി മത്സ്യം പിടിച്ചത് കൊണ്ടാണ് നാട്ടുകാർ ബഹളമുണ്ടാക്കിയത് അല്ലേ. അന്യ നാട്ടുകാർ ആന്ധ്രക്കാർ വന്ന് ഈ പുഴയിൽ വിഷം കലക്കി മീൻ പിടിച്ചത് കൊണ്ടാണ് ഇവിടെ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കിയത്, വഴക്കുണ്ടാക്കിയതെന്നാണ് പറയുന്നത്. പൊന്മാനുകളെ പട്ടിണിയിലേക്ക് നയിച്ച പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പത്രാധിപർക്ക് കത്തെഴുതാം. കത്ത് തയ്യാറാക്കാൻ ചോദ്യം വരും അല്ലേ. ഇപ്പം എന്താ ചോദ്യം? പൊന്മാനുകളെ പട്ടിണിയിലേക്ക് നയിച്ച പരിസ്ഥിതി പ്രശ്നങ്ങൾ, ആറ്റിൽ എന്താണ് ആ വിഷം കലക്കി മീൻ പിടിച്ചതും ആ പ്രകൃതി നശിപ്പിച്ചതുമായ പ്രശ്നങ്ങളെ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പത്രാധിപർക്ക്, പത്രത്തിലെ എഡിറ്റർക്ക് ഒരു കത്ത് തയ്യാറാക്കാൻ ചോദ്യം വരും. അപ്പം എങ്ങനെ എഴുതാം? ബഹുമാനപ്പെട്ട പത്രാധിപർ. ഇപ്പം ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ആ കത്ത് ഇത് ഔദ്യോഗിക കത്തല്ലേ. ഇപ്പം എന്ത് വേണം? ഫ്രമും ടൂവും വേണ്ടേ? ഇപ്പം പ്രേഷിതനും എന്താണ് സ്വീകർത്താവും വേണ്ടേ? ഇപ്പം പ്രേഷിതൻ നിങ്ങളെ പേര് എഴുതുക, എന്നിട്ടോ സ്വീകർത്താവ് എന്ന് എഴുതുക, എന്നിട്ട് പത്രാധിപരെ പേര് എഴുതുക. ഓക്കെ, ഇതാണ് ഫ്രമും ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേറ്റ്, സ്ഥലം ഒക്കെ എഴുതണം. അപ്പം ഇങ്ങനെ വേണം കത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് സാർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ബഹുമാനപ്പെട്ട പത്രാധിപർക്ക് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഞങ്ങളുടേത് ഒരു മനോഹരമായ നാട്ടിൻപുറമാണ് അല്ലേ. ആ നാട്ടിൻപുറത്തെക്കുറിച്ച് പറയാം. മരങ്ങളാലും പുഴകളാലും സമ്പന്നമായ നാട്ടിൻപുറം. ഈ പുഴയെ ആശ്രയിച്ച് ധാരാളം ജീവികൾ ജീവിക്കുന്നുണ്ട്. ആറ്റിറമ്പിൽ വ്യാപകമായി പൊന്മാനുകളെ കാണാം. പുഴയിലെ ചെറു മത്സ്യങ്ങളെ തിന്നാണ് അവ ജീവിക്കുന്നത്. എന്നാൽ ഈ അടുത്ത് ചില മനുഷ്യർ പുഴയിൽ വിഷം കലക്കുകയും മത്സ്യങ്ങളെ വ്യാപകമായ രീതിയിൽ പിടിക്കുകയും ചെയ്തു അല്ലേ. പുഴയിൽ വിഷം കലക്കി ആൾക്കാർ മത്സ്യത്തെ പിടിച്ച് കൊണ്ടുപോയി. ഇപ്പം നമ്മുടെ പൊന്മാന് മീനുകളൊന്നും കിട്ടാത്ത അവസ്ഥയിലെത്തി. അതുകൂടി എഴുതുക. ഇത് നാടിനും പ്രകൃതിക്കും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം ദോഷകരമായി ബാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നുകൂടി എഴുതി വെക്കുക. ഓക്കെ, ഇത്തരം സാമൂഹിക വിരുദ്ധരുടെ ഇടപെടലുകൾക്കെതിരെ പ്രത്യേകം ജാഗ്രത വേണം എന്നും ഇവർക്കെതിരെ നിയമ നടപടി എടുക്കത്തക്ക തരത്തിൽ ഉള്ള വാർത്ത നൽകണമെന്നും അപേക്ഷിക്കുന്നു. അല്ലെ, ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കത്ത് എഴുതണം. ആർക്ക്? നമ്മുടെ പത്രാധിപർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരെഴുതുക, സ്ഥലം എഴുതുക, ഒപ്പിടുക. ഓക്കെ, അത്രയേ വേണ്ടു. ഇങ്ങനെയാണ് കത്ത് തയ്യാറാക്കേണ്ടത്. ഇനി നാളത്തെ പൊന്മാൻ എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രത്തോളം യോജിച്ചതാണ്? ഇപ്പം നാളത്തെ പൊന്മാൻ എന്ന ശീർഷകം തലക്കെട്ട് കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനെ കൃത്യമായി എഴുതുക. നാളത്തെ പൊന്മാൻ എന്ന തലക്കെട്ട് വളരെ അർത്ഥവത്താണ് അല്ലേ, വളരെ ചേരുന്നതാണ്. മനുഷ്യൻ്റെ പ്രവർത്തികൾ നോക്കി നിന്ന് അതുപോലെ ആവർത്തിക്കുന്ന പൊന്മാനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലേ. മനുഷ്യൻ പൈസ കൊടുത്ത് മീൻ വാങ്ങുന്നത് കണ്ടിട്ട് പൊന്മാന് മനസ്സിലായി ഇനി ആറ്റിൽ പോയിട്ട് പിന്നെ മുങ്ങിയിട്ടാലും മീൻ കിട്ടില്ല, ഈ പകരം പൈസ കൊടുത്താൽ മീൻ വിൽക്കുന്ന ആളെ നിന്ന് മീൻ കിട്ടുമെന്ന് പൊന്മാൻ വിചാരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ അനുകരിക്കുന്ന ഒരു ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. ജീവജാലങ്ങളെ ഇല്ലാതാക്കുന്ന, പ്രകൃതി ഇല്ലാതാക്കുന്ന മനുഷ്യൻ്റെ പ്രവണത ഈ പാഠഭാഗം വ്യക്തമായി കാണിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ചെയ്തികൾക്കനുസരിച്ച് പ്രകൃതിയിലെ ജീവജാലങ്ങളും പ്രകൃതിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ തലക്കെട്ട് ധ്വനിപ്പിക്കുന്നു. അപ്പം മനുഷ്യന്മാരുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രകൃതിയും ജീവജാലങ്ങളും മാറുന്നു എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. അതാണ് നാളത്തെ പൊന്മല തലക്കെട്ടും നമ്മോട് പറയുന്നത്. കൃത്യമായി മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ കുഞ്ഞുമക്കൾ ഈ പാഠം കൃത്യമായി പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇപ്പം കൃത്യമായി വായിക്കുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക. എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ വിധത്തിലുള്ള എല്ലാ ആശംസകളും നേരെയാണ്, ഓൾ ദി ബെസ്റ്റ് നേരെയാണ്. നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.